റഷ്യ യുക്രൈൻ സംഘർഷം 3-ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ യുക്രൈനുള്ളിൽ ചേരിതിരിവ്. രാജ്യത്തെ പൊതുസ്ഥാപനങ്ങളിലുള്ള ജനങ്ങളുടെ വിശ്വാസം നഷ്ടമായി കഴിഞ്ഞിരിക്കുന്നുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. റഷ്യയുമായുള്ള രാജ്യം നേരിടുന്ന സംഘർഷം കണക്കിലെടുക്കുമ്പോൾ യുക്രൈന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണ് സ്വന്തം ജനങ്ങൾക്ക് ആ രാജ്യത്തെ ഭരണ സംവിധാനത്തിലുള്ള അവിശ്വാസമെന്നത്. അതുമായി ബന്ധപ്പെട്ട് ഒരു സർവേ ഫലം പുറത്തു വന്നിരുന്നു. 2022 ഡിസംബറിൽ 84% നിന്ന് 2024 ഡിസംബർ ആയപ്പോഴേക്കും 45% ആളുകളുടെ വിശ്വാസ്യത കുറഞ്ഞതായാണ് സർവേ ഫലം കാണിക്കുന്നത്. അതേസമയം ജനങ്ങളുടെ അവിശ്വാസം 2 വർഷം മുൻപ് 5% നിന്ന് 31% ഉയർന്നതായും ഫലം പറയുന്നു. റഷ്യൻ അധിനിവേശത്തെ തുടർന്ന് 2022 ഫെബ്രുവരി 24 മുതൽ രാജ്യം പട്ടാള നിയമത്തിന് കീഴിലാണ്. യുദ്ധ പശ്ചാത്തലത്തിൽ പുതിയ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതില്ലെന്ന വ്ളോഡിമർ സെലൻസ്കിയുടെ തീരുമാനം പ്രസിഡന്റിന്റെ ഓഫീസിലുള്ള വിശ്വാസം ഗണ്യമായി കുറയുന്നതിന് കാരണമായെന്നും സർവേ പറയുന്നു. പ്രസിഡന്റ് പദവിയിലും പാർലമെന്റ്, സർക്കാർ, സുരക്ഷാ സേവനം, ദേശീയ പോലീസ് തുടങ്ങിയ സുപ്രധാന സ്ഥാപനങ്ങളിലെല്ലാമുള്ള ജനങ്ങളുടെ വിശ്വാസം ഇതിനോടകം തന്നെ കുത്തനെ ഇടിഞ്ഞു കഴിഞ്ഞു. യുക്രൈനിയൻ നിയമം സൈനിക നിയമ സമയത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനെ അനുവദിച്ചിരുന്നില്ല. ഇത് സെലൻസ്കിയുടെ പ്രസിഡൻഷ്യൽ കാലാവധിയുടെ നിയമസാധുതയെക്കുറിച്ചുള്ള ആശങ്ക ജനങ്ങളിൽ ഉയരുന്നതിന് കാരണമായി. വെർഖോവ്ന റാഡ എന്നറിയപ്പെടുന്ന യുക്രൈനിയൻ പാർലമെന്റിനെക്കുറിച്ച് പൗരന്മാർക്കിടയിലുള്ള വിശ്വാസം 35% നിന്ന് 13% കുറയുകയാണുണ്ടായത്. അതേസമയം അവിശ്വാസം 34% നിന്ന് 67% ഉയരുകയും ചെയ്തു. അതുപോലെ ഗവൺമെന്റിന്റെ ട്രസ്റ്റ് റേറ്റിംഗ് 52% നിന്ന് 20% കുറഞ്ഞു. അവിശ്വാസം 2022 19% നിന്ന് 53% ഉയർന്നത്. യുദ്ധത്തിൽ മടുത്ത ഒരു ജനതയുടെ ഭരണത്തിന്മേലുള്ള അവിശ്വാസത്തിന്റെ കണക്കുകളാണ് പുറത്തുവന്നത്. അധികാര കസേര കൈവിട്ടു പോകുമെന്ന ഭയം സെലൻസ്കിക്ക് നല്ല പോലുണ്ട്. അതുകൊണ്ടുതന്നെ അധികാരത്തിലിരിക്കുന്ന കാലം കൊണ്ടുതന്നെ തന്റെ രാഷ്ട്രീയ എതിരാളികൾക്ക് പൂട്ടിടാനുള്ള നീക്കങ്ങളെല്ലാം സെലൻസ്കി നടത്തുന്നുണ്ട്. ടെലിഗ്രാഫ് പറയുന്നതനുസരിച്ച് അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സെലൻസ്കി ഇതിനോടകം തന്നെ തീരുമാനിച്ചിട്ടുണ്ടെന്നാണ്. അങ്ങനെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വീണ്ടും മത്സരിക്കാൻ തീരുമാനിച്ചാൽ യുക്രൈനിയൻ നേതാവ് ആദ്യം നടത്തുന്ന നീക്കം മുൻ ആർമി കമാൻഡർ ഇൻ ചീഫ് വലേരി സലൂഷിനെതിരെ ക്രിമിനൽ കുറ്റം ചുമത്തിയേക്കുമെന്നതാണ്. റഷ്യയുമായുള്ള നിലവിലുള്ള സംഘർഷം കാരണം 2024 മെയ് മാസത്തിൽ നടത്താനിരുന്ന തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയിരുന്നു. കാലാവധി കഴിഞ്ഞിട്ടും തെരഞ്ഞെടുപ്പ് നടത്താനോ ഓഫീസ് വിടാനോ സെലൻസ്കി തയ്യാറാകാത്തതിന്റെ വിമർശനങ്ങൾക്കിടയിലാണ് ഈ റിപ്പോർട്ടും പുറത്തുവരുന്നത്. ട്രസ്റ്റ് റേറ്റിംഗിൽ സെലൻസ്കിയുടെ വിജയ സാധ്യത 52%. തമ്മിൽ അഭിപ്രായ ഭിന്നതകൾ ഉടലെടുത്തതിനെ തുടർന്നാണ് സെലൻസ്കി സനുഷ്നിയെ യുക്രൈൻ സായുധ സേനയുടെ കമാൻഡർ ഇൻ ചീഫ് സ്ഥാനത്ത് നിന്ന് മാറ്റുന്നത്. യുക്രൈനിലെ ജനങ്ങൾക്ക് ഏറെ പ്രിയങ്കരനായിരുന്ന സലുഷ്നിയെ നീക്കിയതിലൂടെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വഴിയിൽ നിന്ന് തന്റെ ഒരു എതിരാളിയെ മുൻകൂട്ടി വെട്ടിമാറ്റാനുള്ള ആസൂത്രിത നീക്കമാണ് സെലൻസ്കി നടത്തിയത് എന്ന വിമർശനവും വ്യാപകമാണ്. ബ്രിട്ടനിലെ നിലവിലെ യുക്രൈൻ അംബാസിഡറായ വലേരി സലുഷ്നി മത്സരിക്കാൻ തീരുമാനിച്ചാൽ അടുത്ത യുക്രൈൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വ്ളോഡിമർ സെലൻസ്കിയുടെ വിജയത്തിന് അതൊരു തിരിച്ചടിയാകും. അടുത്ത തെരഞ്ഞെടുപ്പിൽ സലുഷ്നിയെ മത്സരിപ്പിക്കാതിരിക്കാനുള്ള 18 അടവും സെലൻസ്കി ഭരണകൂടം പയറ്റുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ സെലൻസ്കിയെ പിന്തുണയ്ക്കാമെന്ന് സമ്മതിച്ചാൽ സെലൻസ്കിയുടെ പാർട്ടിയിലെ പ്രധാന സ്ഥാനവും പാർലമെന്ററി സ്പീക്കറുടെ റോളും ഉൾപ്പെടെയാണ് സലുഷ്നിക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. ഈ റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. യുക്രൈനിലെ തെരഞ്ഞെടുപ്പ് സമയക്രമം നിലവിലെ സംഘർഷത്തിലെ സംഭവ വികാസങ്ങളെയും ഡൊണാൾഡ് ട്രംപിന്റെ മധ്യസ്ഥതയെയും ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.